ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ പേരുകൾ തങ്ങളുടെ മക്കൾക്ക് നൽകുക എന്നുള്ളത് ഫുട്ബോൾ ആരാധകർക്കിടയിൽ സാധാരണമായി കൊണ്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബ്രസീലിനെ പോലെ ഫുട്ബോളിന് വലിയ വേരോട്ടമുള്ള രാജ്യത്ത് ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നൊന്നുമല്ല, സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2022 ചില സെൻസസ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. IBGE സർവേയിലാണ് ഇത് തെളിഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ ബ്രസീലിൽ 2400 നെയ്മറുകൾ ഉണ്ട്. അതായത് 2400 ആളുകളുടെ പേര് ഇപ്പോൾ നെയ്മർ എന്നാണ്. അതിൽ ഭൂരിഭാഗവും അഥവാ 1400 പേരുകളും 2010നും 2019നും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ്. ഇതാണ് ഈ ഒരു സർവേയിലൂടെ വ്യക്തമായിട്ടുള്ളത്. അതായത് നെയ്മർ എന്ന് പേരുള്ള 2400 ആളുകളാണ് നിലവിൽ ബ്രസീലിൽ ഉള്ളത്. 2022 സെൻസസ് ആണ് ഇത്. ഇനി നമുക്കറിയാം, നെയ്മർ സാവോ പോളോയിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. പക്ഷേ മിനാസ് എന്ന സ്റ്റേറ്റിലാണ്, ബ്രസീലിയൻ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നെയ്മറുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ 372 വ്യക്തികളാണ് നെയ്മർ ജൂനിയർ എന്ന പേരിൽ ഉള്ളത്. ഇനി ബ്രസീലിയൻ ഇതിഹാസങ്ങളുടെ പേരുകളുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രസീലിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് റൊമാരിയോ എന്നാണ്. അതായത് 50,538 ആളുകളുടെ പേര് റൊമാരിയോ എന്നാണ്. ബ്രസീലിലെ ആളുകൾക്കിടയിൽ റൊമാരിയോക്കുള്ള ഒരു സ്വാധീനം എത്രത്തോളം ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. അവരുടെ ഒരു ശരാശരി പ്രായം വരുന്നത് 29 ഇനി അർജന്റീൻ ലെജൻഡായ റിക്വൽമിയുടെ പേര് ഇപ്പോൾ വലിയ തോതിൽ ബ്രസീലിലുണ്ട്. അതായത് 25,942 ആളുകളുടെ പേര് അത് റിക്കൽമി എന്നാണ്. അവരുടെ ഒരു ശരാശരി ഏജ് വരുന്നത് 12 വർഷമാണ്. ഇനി നെയ്മർ ജൂനിയറുടെ പേര് 2443 ആളുകൾക്കാണ് ഉള്ളത്. ആവറേജ് ഏജ് വരുന്നത് 11 വർഷമാണ്. ഇനി എൻട്രിക്കിൻ്റെ പേര് ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ട് വരുന്നു. 1431 ആളുകൾക്കാണ് എൻട്രിക്കിൻ്റെ പേര് ഉള്ളത്. പക്ഷേ ശരാശരി പ്രായം 7 വയസ്സാണ്. എൻട്രിക്ക് ഒരു പുതിയ താരമാണ്. ഇനി സീക്കോയുടെ പേര് നിലവിൽ 582 ആളുകൾക്കാണ് ഉള്ളത്. ആവറേജ് ഏജ് വരുന്നത് 41. മെസ്സിയുടെ പേര് 363 ആളുകൾക്കുണ്ട്. ആവറേജ് ഏജ് വരുന്നത് 10 വർഷമാണ്. റൊണാൾഡീഞ്ഞോയുടെ പേര് 187 ആളുകൾക്ക്. ആവറേജ് ഏജ് വരുന്നത് 243. മറഡോണയുടെ പേര് 128 ആളുകൾക്കുണ്ട്. ആവറേജ് ഏജ് 34 വർഷം. കക്കയുടെ പേര് 121 ആളുകൾക്ക്. ടവസിൻ്റെ പേര് 70 ആളുകൾക്കാണ് ഉള്ളത്. ഇവരുടെയും ഒരു ശരാശരി ഏജ് വരുന്നത് 16 വർഷമാണ്. ഇങ്ങനെയാണ് 2022 ഒരു സർവേ റിപ്പോർട്ട് വരുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ റിക്വൽമിക്ക് ഇപ്പോൾ വലിയ ഒരു പിന്തുണ അവിടെയുണ്ട് എന്നുള്ളതാണ്. 25,000-ഓളം ആളുകളുടെ പേര് അത് അർജന്റീൻ ലെജൻഡായ റിക്വൽമിയുടെ പേരാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.